രജിസ്ട്രാർ ഇന്നും കൃത്യമായ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പകരം വേറെ വിനീത് കാപ്പൻ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്താണ് അദ്ദേഹം വളരെ സൗമ്യഭാവത്തിലാണ് എത്തുന്നത്, വരട്ടെ കാര്യങ്ങൾ നോക്കാമെന്നാണ്. ഇപ്പോൾ സർവകലാശാലയിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതാളത്തിലായി കിടക്കുന്നുവെന്ന വിവരങ്ങളുണ്ട്. ആരുപ്പിടുമെന്നുള്ള ഒരു വലിയ വിഷയമാണ് നിൽക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ രജിസ്ട്രാറൊക്കെ മറികടക്കുന്നത്? ഈ പകരം ചുമതലയേൽക്കുന്നയാൾ ഇനി അതിനില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ദിവിഷ്, ആകമൊത്തം ഭരണ പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ. കാരണം രജിസ്ട്രാറെ വി സി അംഗീകരിക്കുന്നില്ല. വി സി നിർദ്ദേശിച്ചിരിക്കുന്നത് ഫയലുകൾ ജോയിൻറ്റ് രജിസ്ട്രാർ മുഖേന തനിക്ക് നേരിട്ട് അയക്കാനാണ്. അത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഫയലുകൾ താൻ ഒപ്പിടുന്നത് ഇനി ജോയിൻറ്റ് രജിസ്ട്രാർക്ക് അയക്കേണ്ട, നേരിട്ട് അയച്ചാൽ മതിയെന്നാണ്. രജിസ്ട്രാർ ആകട്ടെ തൻ്റെ നിലയിൽ ഈ ഫയലുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഫയൽ പരിശോധിച്ച് രജിസ്ട്രാർ വി സിക്ക് അയച്ചാൽ വി സി അത് പരിഗണിക്കുന്നില്ല, തിരിച്ചയക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കോടതി കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം സർവകലാശാല സിൻഡിക്കേറ്റിലെ രണ്ട് BJP പ്രതിനിധികൾ വിനോദ് കുമാറും ഗോപകുമാറും, ഇവർ രണ്ടുപേരും ഇത് സംയുക്തമായി ഇപ്പോൾ ഇന്ന് ആലോചിച്ച് ഉച്ചയോടെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചനയാണ്. അതായത് ഒരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നു. അവർ വി സിയുടെ നിലപാടിനൊപ്പമാണ്, ചാൻസലറുടെ നിലപാടിനൊപ്പമാണ്. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ യോഗം അനധികൃതമാണ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് അവർ കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ, സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി, ഇതെല്ലാം തന്നെ കോടതി പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. എന്തായാലും ഇന്നലെ സെക്യൂരിറ്റി ഓഫീസർക്ക് വി സി നൽകിയ നിർദ്ദേശം രജിസ്ട്രാർ ഓഫീസിലെത്തിയാൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ആരെയും കയറ്റരുത് എന്ന നിർദ്ദേശമായിരുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് തന്നെ രജിസ്ട്രാർ എത്തി. ഇന്നലെ തന്നെ അദ്ദേഹം ഓഫീസിലേക്ക് കയറി. സെക്യൂരിറ്റി ഓഫീസർമാർ വേറെ തടഞ്ഞൊന്നുമില്ല. കാരണം ഇത് പറഞ്ഞതിന് ശേഷവും അവിടെയുള്ള ഒരു പ്രശ്നം പ്രശാന്ത്, വി സി നിർദ്ദേശിക്കുന്ന ഒരു കാര്യവും നടപ്പാവില്ല പ്രായോഗികമായി എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് രജിസ്ട്രാറെ ഓഫീസിൽ കടത്തരുത് നിർദ്ദേശിച്ചു, രജിസ്ട്രാറോട് ഓഫീസിൽ വരരുത് എന്ന് നിർദ്ദേശിച്ചു, സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഒരു കാര്യവും നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, വി സിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പറ്റുന്നുമില്ല. അഭൂതപൂർവം എന്ന് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ അവസ്ഥയെ വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയിൽ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്കുള്ള എന്തെങ്കിലും ആലോചനകളെങ്കിലും ഉണ്ടോ? നിലവിൽ ഇതിന് പരിഹാരത്തിന് ഒരു ആലോചനയും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു വശത്ത് പ്രതിഷേധം SFIയുടെ എല്ലാം നടക്കുമ്പോൾ അതിനോട് വേറെ രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ചാൻസലറുടെ നിലപാട്, ഗവർണറുടെ നിലപാട്. കാരണം ഗവർണർ പുറത്തേക്ക് പോകുമ്പോഴെല്ലാം സുഗമമായി പോകാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പോലീസ് ആവശ്യമായ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ SFIയുടെ പ്രതിഷേധമെല്ലാം നടക്കുമ്പോഴും ഗവർണർ തടസ്സങ്ങളില്ലാതെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയെല്ലാം ചെയ്തു. അപ്പോൾ ഇവിടെ ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയമോപദേശം, ആദ്യം കിട്ടിയ നിയമോപദേശം സർവകലാശാല സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ചാൻസലർക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ്. കാരണം ഒരു താക്കീത് കൊടുത്താൽ മതി എന്ന നിലപാടിലാണ്. കാരണം സസ്പെൻഡ് ചെയ്താലും പ്രശ്നമുണ്ട്. കാരണം സസ്പെൻഡ് ചെയ്താൽ സിൻഡിക്കേറ്റിൽ നിലവിൽ 2 BJP പ്രതിനിധികളുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു പുതിയൊരു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ പ്രാതിനിധ്യം ചിലപ്പോൾ ഒന്നായി കുറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിലേക്ക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ചാൻസലർ പോകാൻ. എന്തായാലും കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ വിവാദങ്ങളുടെയൊക്കെ ഏറ്റവും രത്നച്ചുരുക്കം.